അതായത് എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദറും വൈഫും, നാരായണൻ നായർ പിന്നെ ശ്രീദേവി പിള്ള, അവർ രണ്ടും അവരുടെ ഫാമിലി സിസ്റ്റേഴ്സ്, അവരുടെ ഹസ്ബൻഡ്, അവരെല്ലാവരും കൂടിയാണ് പോയിരിക്കുന്നത്. അവരിപ്പോൾ 2-ാം തീയതിയാണ് ഡൽഹിയിലെത്തിയത്. 2-ാം തീയതി ഡൽഹിയിലെത്തി. ഇന്നലെ ഡെറാഡൂൺ വഴി ഇവിടുന്ന് ഹരിദ്വാറിൽ നിന്ന്, ഉത്തർകാശിയിൽ നിന്ന് ഗംഗോത്രിക്ക് രാവിലെ 8:30 പോയതാണ്. 8:30 ഫോൺ വന്നിരുന്നു. 8:30 നമ്മൾ പിന്നെ വീഡിയോ സെൻഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അവർ 8:30 പിന്നെ ഇവിടേക്ക് പുറപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. ഈ ഉത്തർകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പുറപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉത്തർകാശിയിൽ നിന്ന് ഗംഗോത്രിക്ക് പോണ വഴിയാണ്, അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ലാൻഡ് സ്ലൈഡും സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പോയ ശേഷം പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഇന്നലെ 8:30 വീഡിയോ വന്നു. അപ്പോൾ ആ വീഡിയോയിൽ അവർ 8:30 ഇപ്പോൾ ഞങ്ങൾ ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഉത്തർകാശിയിൽ നിന്ന് ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് പോവുകയാണ് എന്നുള്ള വീഡിയോയും പിന്നെ അവിടെ നിൽക്കുന്ന കുറച്ച് വീഡിയോസുമാണ് അയച്ചത്. അപ്പം 8:30 പുറപ്പെട്ടു. പക്ഷേ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ വൈകിട്ട് വരെയും ശ്രമിച്ചു. ഫോണിൽ കിട്ടുന്നില്ല. ഡിഫൻസ് വഴിയും എല്ലാം ശ്രമിച്ചു, പക്ഷെ കിട്ടുന്നില്ല. ഇന്നലെ രാവിലെ 8:30 അവരുടെ മകനും അവർ സംസാരിച്ചു. അപ്പോൾ 28 മലയാളികളാണുള്ളത്. മുംബൈയിൽ നിന്ന് 20 പേരും കേരളത്തിൽ നിന്ന് 8 പേരും. 8 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ട്രാവൽസുമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അന്നേരം ട്രാവൽസുകാർക്ക് അറിഞ്ഞത് അവരും ഡ്രൈവറുമായിട്ട് ഇവർ പോകുന്നതിന് ആ സമയത്താണ് വിളിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള കോണ്ടാക്റ്റിൽ ഇവരവിടെ കടന്നോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. ആ സമയം ഈ പിന്നെ അപകടം ഉണ്ടായ സ്ഥലം കടന്ന് പോയോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. ഹരിദ്വാറിലുള്ള ട്രാവൽസ്. ഇവിടുന്ന് ഡൽഹി പോയിട്ട്, ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ വഴി അങ്ങനെ പോയി. 10 days ആണ് പോയിരിക്കുന്നത്. അല്ലല്ല, അവർ വേറെ പാക്കേജ് വഴി വന്നവരായിരിക്കാം. ഇവർ അറിയുന്നവരല്ല, പക്ഷെ എന്നാലും അവർ നമ്മളെ വേണ്ടപ്പെട്ടവരല്ലേ, മലയാളികളാണ്. അല്ലല്ല, ഇത് ഞങ്ങൾ അച്ഛൻ്റെ ബ്രദറും വൈഫും തൃപ്പൂണിത്തുറ താമസിക്കുന്നത്. അവരുടെ സിസ്റ്റർ ഒരാൾ തിരുവനന്തപുരത്തും ഒരാൾ കായംകുളവും. ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ ഓൾറെഡി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡുമായിട്ട് അവിടെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. റീച്ച് ചെയ്യാൻ പറ്റാത്ത എന്നാന്ന് വെച്ചാൽ അവിടെ ഫുൾ കണക്ടിവിറ്റി പോയിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവരെ അറിഞ്ഞാൽ ഉടനെ ഇവർ സേഫ് ആയിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് അറിഞ്ഞത് അവർ മലയാളി സമാജമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിഞ്ഞത് പിന്നെ അവർ സേഫ് ആണെന്ന് അറിയുന്നു. 8 പേര് ബന്ധുക്കളാണ്. 8 പേര് ബന്ധുക്കളാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദറും വൈഫും പിന്നെ അവരുടെ സിസ്റ്റേഴ്സും ഹസ്ബൻഡും അവരാണ്. അതെ. ഹരിദ്വാറിന് ഇല്ലില്ല, അറിയില്ല കേട്ടോ, അറിയില്ല. അവരുടെ ഒന്നും നമ്പരും നമുക്കറിയില്ല. പക്ഷെ അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നായിരിക്കും. അവരവിടെ പരിചയപ്പെട്ട് പിന്നീട് അവർ തമ്മിൽ പരിചയമായതല്ലേ. ഇത് കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കോണ്ടാക്ട് നമ്പരും പിന്നെ ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങളുടെ ചാനൽ വഴി ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും നമ്പറിൽ മാറി വിളിച്ച ഔട്ട് ഓഫ് കവറേജ് സ്വിച്ച് ഓഫ് അങ്ങനെയൊക്കെ. കാരണം ഇപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. എന്തോ അതെ, ഇപ്പോൾ സേഫ് ആണെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്ര കണ്ട് അവർ എന്തായാലും ഒരു ഗംഗോത്രി അതെ. എബോവ് 50 ആണ് എല്ലാവരും. കാരണം അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോയതാണ്. എന്തായാലും നല്ല ഒരു ഇൻഫർമേഷൻ കിട്ടും പോസിറ്റീവായിട്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റും അതിന് വേണ്ട ആക്ഷൻ എടുക്കുമല്ലോ. അതാണ്. ഇല്ല, ആക്ച്വലി ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഡൽഹി അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇതിനു വേണ്ടി പോയതല്ല, ഒഫീഷ്യൽ പോയിട്ട് വന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളവിടെ പോയേനെ. പക്ഷേ ഒരാളുടെ മോള് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടറാണ്. അപ്പം പുള്ളിക്കാരി അവിടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കൊന്നും ഒരു ഇൻഫർമേഷനും ഇല്ല.
പിന്നെ നമുക്ക് പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഡിഫൻസിൻ്റെ ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണ്. അതാണല്ലോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വഴിയുള്ള. അതേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചാനലുകാർ എവിടെ എത്തിപ്പെടാത്തിടത്തും എത്തിപ്പെടുമല്ലോ. അപ്പോൾ അതാണ് ഒരു പ്രതീക്ഷ.